ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടി അച്ചൻകോവിൽ ഫോറസ്റ്റ് വഴി തെങ്കാശിയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് ഒരു. അപ്പോൾ അതൊരു മിനി വ്ളോഗായിട്ട് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ ആദ്യം കുറേ ഷോട്ടുകൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഞാൻ ആഡ് ചെയ്യും. നമ്മൾ കല്ലേലി അമ്പലം അതുപോലെ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറുന്ന വീഡിയോ അതെല്ലാം നമ്മൾ വീഡിയോയുടെ ആദ്യം കട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറുന്ന ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടി നമ്പരും സംഭവം എല്ലാം എഴുതി കൊടുക്കണം. നമ്മുടെ ഫുൾ ഗ്യാങ് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്പർ എഴുതി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് അച്ചൻകോവിലേക്കുള്ള. നമ്മൾ ഫസ്റ്റ് പൊക്കോണ്ടിരിക്കുന്നത് കല്ലേലി അമ്പലം. അതിന് ശേഷമാണ് നമ്മൾ അച്ചൻകോവിൽ ഫോറസ്റ്റിലോട്ട് കയറുന്നത്. നമ്മുടെ ഫസ്റ്റ് പോയിട്ട് നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാൻ പോകുന്നത്. എല്ലാ എണ്ണം സൂക്ഷിച്ചോ, നീ എല്ലാം ബ്ലോഗിൽ വരും. അച്ചണ്ണ എന്താണ് പറയാനുള്ളത്? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കുന്നോ? ഞങ്ങളുടെ അച്ചൻകോവിലോട്ട് പോകാനായിട്ട് കയറുന്ന സമയത്ത് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ചേട്ടൻ്റെ കടയുണ്ട്, ഇവിടെ വന്നാൽ മതി. കിടിലൻ ചായ നമുക്ക് കയറുന്നത്, സെറ്റാണ്. ഇതാണ് നമ്മുടെ അച്ചൻകോവിൽ ഫോറസ്റ്റിലോട്ട് കയറുന്ന റൂട്ട്. ഈ കാണുന്നതാണ്. നമ്മൾ ഈ റൂട്ട് കാണുമ്പോൾ തന്നെ അറിയാണ്ട് ആനയൊക്കെ വന്നിട്ട് ഇത് ചവിട്ടിപ്പൊളിച്ചിട്ടേക്കോ. ഇവിടെ മാളികപ്പുറം ഫിലിമില്ലേ, ഈ ഒരു സ്പോട്ടിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുള്ള. ആ ഫിലിമിൽ കണ്ടിട്ടുള്ള ഈ ഒരു കാടാണ്. ഈ സ്പോട്ട് എന്ന് പറയുമ്പോൾ നമുക്കിതിവിടെ നേരെ പോകാൻ പറ്റത്തില്ല, ഇവിടെ അടച്ചേക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള ഈ ഒരു ചെളിയുള്ള ഈ റോട്ടിൽ കൂടെ വേണം പോകാൻ. നേരെ പോയി ആരും ചാടരുത്, അവിടെ കുഴി പോലെ എന്താണ്ടുണ്ട്. അതുവഴി പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇതുവഴി ഈ റൂട്ട് പിടിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് കാണുമ്പോൾ തന്നെ ഇതൊരു ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. മാത്രമല്ല ചെളിയാണ്, സൂക്ഷിച്ചു വേണം നമ്മളിതുവഴി പോകാൻ. നമ്മൾ വന്നു കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പാലമുണ്ട് അവിടെ, ആ ബാക്കിൽ കാണുന്നത്. വേണ്ട, നമുക്കിവിടെ ഇങ്ങനെ ഒരു ചാലൊക്കെ ഉണ്ട് കണ്ടോ. അതുപോലെ ഇവിടെയൊക്കെ കുറേ പൂക്കളൊക്കെ വളർത്തിയിട്ടുണ്ട്, ബന്ദിപ്പൂവും. ആ കാണുന്നത് ഒരു പാലമാണ്. അവിടെ തമിഴന്മാരുണ്ട്, വണ്ടി നിർത്തിയേക്കുക. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകും. അതുകൊണ്ട് മലയാളീസ് വരുന്നു വണ്ടിയിൽ, കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, തമിഴിലൊക്കെ എഴുതിയേക്കുന്നത് എനിക്ക് വായിക്കാൻ അറിയത്തില്ല. അറിയിപ്പ്: റോഡിൽ വന്യമൃഗങ്ങൾ ഉണ്ടാകാം. എല്ലാത്തിനും ഓവർടേക്ക് ചെയ്യണം അല്ലേ? വിടാം നമുക്ക്. നമ്മൾ ജേണി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഇച്ചിരി ഗ്യാപ്പ് വന്നാലും നമുക്ക് കയറി പോരുന്നത്. കൊഞ്ചം ഗ്യാപ്പ് താങ്കണ്ണേ. ആ പുള്ളി കൈ കാണിക്കുന്നു, കയറി പോകാനൊക്കെയാണ് പറയുന്നത്. അതുവഴി എങ്ങനെ കയറാനാണ്? കാട്ടിനകത്ത് പൊത്തിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് കല്യാണം കഴിഞ്ഞ് വരുവാണെന്ന്. കാരണം പൂക്കണ്ടൊക്കെ നമ്മളപ്പോൾ സക്സസ്ഫുള്ളി അവരെ ഓവർടേക്ക് ചെയ്തു. ഇത് ഒരു ചെറിയൊരു അരുവി പോലെയാണ് ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വണ്ടി ഓടിച്ച് വരുന്ന വീഡിയോ ഇവിടുന്ന് എടുക്കാം. ഇതൊരു ചപ്പാത്ത. നമ്മളിവിടുന്ന് ഇറങ്ങി നിൽക്കാൻ പാടില്ലാണ്ട് ഒരു വണ്ടി വരുന്നുണ്ട്, ഒരു ജീപ്പ്. പുള്ളി ഇപ്പോൾ ഇതുവരെ നമുക്ക് എടുക്കുന്നത് കാണാം. വാ കയറി വാ. ഓരോരുത്തരായിട്ട് കാണാം. നമ്മുടെ പയ്യൻ 200Xന്റെ പവർ. താഴെ
അരുവി ഒഴുകിപ്പോന്ന് കാണാൻ പറ്റും. ഈ റോഡൊക്കെ മൊത്തം ഇളകി കിടക്കുക. നമ്മൾ ഏകദേശം ഒരു 3/4 ഭാഗമായിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ കാട് തീരുന്ന സ്പോട്ട്. ഇവിടെ വരെയാണ് കാടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റിൽ ഈ ഒരു കാട് തീർന്നിട്ട് വന്ന് നിൽക്കുന്ന സ്പോട്ടെന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ്. ഞങ്ങൾ അങ്ങനെ അച്ചൻകോവിൽ ഫോറസ്റ്റിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ വ്യൂ. കറക്റ്റായിട്ട് വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം. എനിക്കിത് ക്യാമറ കാണുമ്പോൾ എത്ര എഫക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഒരു രക്ഷയില്ല. കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഇപ്പോൾ 11 മണിയായി രാവിലെ. അത്യാവശ്യം വെയിലുണ്ട്. പക്ഷേ കാറ്റ് കാരണം നമുക്ക് ആ വെയിൽ തോന്നിക്കത്തില്ല. ഓരോ ആളുകൾ നടന്നു വന്ന് കാണാം. മലയാളി ഫാമിലിയൊക്കെയാണ്. എങ്ങനെയുണ്ട് ജിജോ സ്ഥലം? ഭയങ്കര കാറ്റല്ലേ. നീ ആ തെങ്ങിലോട്ട് നോക്കി. ചേട്ടാ തേങ്ങാക്കൊല ആടിയോ? ഇത് രക്ഷയില്ല. ഇവിടുത്തെ കാറ്റിന്റെ എഫക്റ്റ് കാരണം എൻ്റെ ഹെൽമെറ്റ് പറന്ന് എൻ്റെ ബൈക്ക് വരെ വലന്ന് നാണ്ട് കിടക്കുന്നത് അറിയില്ല. അമ്മാതിരി കാറ്റാണ് അടിക്കുന്നത്. എന്തിനു പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ. പറഞ്ഞോ? കുഴപ്പമൊന്നുമില്ല. എങ്ങനുണ്ട് കരിക്ക്? ഇതാണ് വിശ്വനാഥർ കോയിൽ. നമ്മുടെ തെങ്കാശിയിലാണ് ഇതുള്ളത്. അമ്പലത്തിൻ്റെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഷൂ അത് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നൊരു അമ്മമ്മയുടെ കയ്യിൽ കൊടുത്ത്. അമ്മമ്മയില്ലൊരു അമ്മച്ചി പറഞ്ഞ് എന്ത് സാധനം വേണ്ടി ഏൽപ്പിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ഭയങ്കര ചൂടാണ്. ഏബല ചൂടുണ്ടോ? ഏബൽ ചൂടുണ്ടോ? ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഭയങ്കര തിരക്കാണ്. ഭയങ്കര രസമാണ് നേരിട്ട് കാണുമ്പോൾ.